ഹലോ വെൽക്കം ടു റനാസ് വ്ലോഗ്. അപ്പോൾ ഇന്ന് ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന മോംസ് കാക്ക കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ വ്ലോഗിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒരു ബ്ലൂബെറി ടേസ്റ്റിൽ ഈ ഒരു മോംസ് കാക്ക നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു സ്ട്രോബെറി ഫ്ലേവറിലാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതല്ല സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ആദ്യം തന്നെ ഒരു OHP ഷീറ്റിൻ്റെ പകുതി ഭാഗം കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു റൗണ്ട് കട്ടർ, നിങ്ങൾക്ക് ഈ ഒരു കട്ടർ തന്നെ വേണമെന്നില്ല, ഇഷ്ടമുള്ള റൗണ്ട് കട്ടർ ഏതിലായാലും കുഴപ്പമില്ല, നമുക്ക് റൗണ്ട് സൈസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് OHP ഷീറ്റ് ഇറക്കി വെച്ചു. ഇനി ഇതിൻ്റെ അറ്റഭാഗം ഒരു ഇൻസുലേഷൻ ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. ഒരു 2 ലെയർ വയ്ക്കുമ്പോൾ നമ്മൾ ഈ ഒരു കട്ടറിന് അതിൻ്റെ ഒപ്പം വെച്ച് കൊടുക്കുക. ഞാൻ ഫുൾ ടൈം വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് എടുത്ത് ഒഴിവാക്കാവുന്നതാണ്. പിന്നെ താഴെ ഭാഗത്ത് ഏറ്റവും അടിയിലായിട്ട് നമ്മൾ ചോക്ലേറ്റ് കേക്കിൻ്റെ 3 നമ്മൾ ചോക്ലേറ്റ് കേക്കിനെ 1 kg കേക്കൊക്കെ കട്ട് ചെയ്യൂല. അപ്പോൾ അതിൽ കട്ട് ചെയ്ത ഒരു ഭാഗത്തിൽ നിന്ന് സ്റ്റീൽ റൗണ്ട് കട്ടർ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ ഈ ഒരു കേക്ക്. അത് വെച്ച് കൊടുത്തു. ഇനി ഇതിലേക്ക് വേണ്ടത് ചോക്ലേറ്റ് ഗണാഷ് ആണ്. അതിൻ്റെ അളവ് 1/4 കപ്പിൻ്റെ പകുതിയായിട്ട് ചോക്ലേറ്റ് എടുക്കുക, അതിൻ്റെയും പകുതിയായിട്ട് ഫ്രഷ് ക്രീം എടുക്കുക. എന്നിട്ട് അത് മെൽറ്റ് ചെയ്തിട്ട് കേക്കിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാണ് സെക്കൻഡ് ലെയർ. ഇനി തേർഡ് ലെയർ ഉണ്ടാക്കുന്ന സമയം ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ഇനി തേർഡ് ലെയർ വരുന്നത് നമ്മുടെ ടെൻഡർ കോക്കനട്ട് പുഡിംഗ് ആണ്. ഇതിന് വേണ്ടിയിട്ട് ഒരു ചൈന ഗ്രാസിന്റെ പാക്ക് എടുത്തിട്ട് ഇതിൽ നിന്ന് 25 ഗ്രാം ചൈന ഗ്രാസും കുറച്ച് വാട്ടർ 25 ഗ്രാം ഒക്കെ ഏകദേശം വരും ചേർത്തിട്ട് കുറച്ച് നേരം കുതിർത്തി വെക്കാം. പിന്നെ ഒരു പാനിൽ 1/2 കപ്പ് ഫ്രഷ് ക്രീം, 1/4 കപ്പ് ഷുഗർ, ഒരു ടേബിൾ സ്പൂൺ മിൽക്ക് മേഡും കൂടെ ചേർത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 1/4 കപ്പ് ടെൻഡർ കോക്കനട്ട് ഞാൻ ആദ്യം തന്നെ മിക്സിയിൽ ഒന്ന് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തു. അപ്പോൾ അത് ചൂടിൽ കിടക്കുന്ന സമയത്ത് ചൈന ഗ്രാസ് പുതിർത്തി വെച്ചത് തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊരു 2 ടേബിൾ സ്പൂൺ ഞാൻ ഇതിലേക്ക് ചൂടോടുകൂടി ഒഴിച്ചു കൊടുത്തു. അങ്ങനെ തീ ഓഫ് ചെയ്ത് ഒന്ന് ജസ്റ്റ് ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടോ. അങ്ങനെ ചൂടാറി കഴിഞ്ഞിട്ട് ഈ മോംസ് കാക്ക എടുത്ത് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തു. വീണ്ടും ഞാനത് ഫ്രിഡ്ജിലേക്ക് വെച്ച് ഒരു പാൻ എടുത്ത് അതിലേക്ക് 1/4 കപ്പിന്റെ പകുതി ഫ്രഷ് ക്രീമും ഒരു ടേബിൾ സ്പൂൺ ടെൻഡർ കോക്കനട്ടും ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് ചൂടാക്കിയെടുത്തു. ഈ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ച ചൈന ഗ്രാസിൽ നിന്നും ഒരു ടേബിൾ സ്പൂണ് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഒരു ടേബിൾ സ്ട്രോബെറി ക്രഷും കൂടെ ചേർത്തിട്ട് ചൂടോടുകൂടി തന്നെ മിക്സ് ചെയ്തെടുത്തു. ഇത് ചൂടാറാൻ വെച്ചിട്ട് ഒന്ന് ചൂടാറി കഴിഞ്ഞ ശേഷം മോംസ് കാക്ക വീണ്ടും പുറത്തെടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതാണ് 4th ലെയർ. വീണ്ടും ഇത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചു. അങ്ങനെ ഈ പുഡിംഗ് ഒക്കെ ആകാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ആയി കിട്ടും ചൈന ഗ്രാസ് ആഡ് ചെയ്തുകൊണ്ട്. ഞാനൊരു 1.5 മണിക്കൂറേ ഫ്രിഡ്ജിൽ ഓരോന്ന് സെറ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഓരോ ലെയർ ഉണ്ടാക്കുന്ന ആ ഒരു സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഇനി 1/2 ടീസ്പൂൺ ജലാറ്റിലേക്ക് 1 ടീസ്പൂൺ വാട്ടർ ചേർത്തിട്ട് ഒന്ന് പൊതിരാൻ വേണ്ടിയിട്ട് വെക്കുക. ആ സമയം ഒരു ബൗളിൽ ക്രീം ചീസ് എടുക്കുക. ഞാൻ മിൽക്ക് മിസ്റ്റിൻ്റെ ക്രീം ചീസാണ് കേട്ടോ എടുത്തത്. ഏതായാലും കുഴപ്പമില്ല. അതൊരു 3 ടേബിൾ സ്പൂൺ ഈ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുക. അങ്ങനെ ഡബിൾ ബോയിൽ ചെയ്തെടുത്തത് ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റി. ശേഷം വിപ്പിംഗ് ക്രീം പകുതിയായിട്ടും ഫ്രഷ് ക്രീം പകുതിയായിട്ടും എടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഓവർ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ കണക്ക്. അത് കഴിഞ്ഞ് ഞാൻ ഇതിലേക്ക് നേരത്തെ ഡബിൾ ബോയിൽ ചെയ്ത് വെച്ച
ക്രീം ചീസ് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. പിന്നെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച ജലാറ്റിന് ഒന്ന് മെൽറ്റാക്കി എടുത്തിട്ട് ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച മോംസ് കാക്ക എടുത്തു കൊണ്ടുവന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് സെറ്റാകാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം വേണം. ഞാനൊരു ഓവർനൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് സെറ്റാകാൻ വേണ്ടിയിട്ട് കേട്ടോ. ക്രീം ചീസാണ്, പോരാത്തതിന് ജലാറ്റിനും കൂടാണ് സാവധാനം സെറ്റായി കിട്ടുള്ളൂ. അത് ഫ്രിഡ്ജിൽ വെച്ച ശേഷം വീണ്ടും ഒരു പാൻ എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം, 1 ടേബിൾ സ്പൂൺ ടെൻഡർ കോക്കനട്ട്, 1 ടേബിൾ സ്പൂൺ സ്ട്രോബെറി ക്രഷും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് ചൂടാക്കിയെടുക്കുക. ശേഷം ഒന്ന് ചൂടാറി തുടങ്ങുമ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും വെച്ച് കൊടുക്കുക കേട്ടോ. ഇതോടുകൂടി നമ്മുടെ മോംസ് കാക്കൻ്റെ എല്ലാ പണികളും കഴിഞ്ഞു. ഇതൊന്ന് ഫ്രിഡ്ജിൽ സെറ്റാകാൻ വേണ്ടിയിട്ട് വെച്ചു. അങ്ങനെ സെറ്റായ ശേഷം മൈക്രോവേവിൽ ഒരു 30 സെക്കൻഡ് ചൂടാക്കിയെടുത്ത ശേഷമാണ് കേട്ടോ കഴിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ക്രീം ചീസിൻ്റെ ലെയർ ഉണ്ടല്ലോ ഭയങ്കര സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഇതൊക്കെ ഒന്ന് സോഫ്റ്റായി കിട്ടും. അതോടുകൂടി നമ്മുടെ മോംസ് കാക്ക റെഡിയായി. അപ്പോൾ കറക്റ്റ് ഷോപ്പിലുള്ള റെസിപ്പി ആവില്ല കേട്ടോ ഇത്. അപ്പോൾ ഞാൻ കഴിച്ചിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് നോക്കിയിട്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയ ഒരു റെസിപ്പിയാണ്. ഏകദേശം അതിനോട് കൂടി തന്നെ ആണെങ്കിൽ പറയാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഇതിൽ സ്ട്രോബെറി യൂസ് ചെയ്യാൻ കാരണം ബ്ലൂബെറി എൻ്റെ കയ്യിലില്ല. നമുക്ക് ബ്ലൂബെറി കേക്ക് അധികം സെയിലും ഇല്ല. അപ്പോൾ ഞാനത് വാങ്ങിയിട്ട് വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളടുത്തുള്ള സ്ട്രോബെറി ക്രഷ് യൂസ് ചെയ്തിട്ട് തന്നെ ഉണ്ടാക്കിയത് കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത നമുക്ക് എത്ര വേണമെങ്കിലും ഒരുവിധം കഴിക്കാം. കാരണം ഓവർ മധുരമൊന്നുമില്ല. പുഡിങ്ങിലേക്ക് ചേർത്താൽ മധുരം മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ കൃഷിൻ്റെ മധുരം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓവറായിട്ട് കുത്തുന്ന മധുരമൊന്നുമല്ല കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ.